Meet the editors. ബാലനെ തിരുത്തേണ്ടേ എന്നാണ് ചോദ്യം. ഇത് ആ ജമാഅത്തെ ഇസ്ലാമിയെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിൽ അതൊരു രാഷ്ട്രീയ വിമർശനമാകുമായിരുന്നു. തൊട്ടടുത്താണ്, ഒന്നും രണ്ടും മാറാടിൽ ഇത് നിൽക്കില്ല എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി വരുന്നത്. ഇപ്പോൾ CPM അതിനെ ഔദ്യോഗികമായിട്ട് തള്ളിയിട്ടുണ്ട്. പാർട്ടിയോ ഇടതുപക്ഷത്തിനോ അങ്ങനെ നിലപാടില്ല എന്നാണ് ഇപ്പോൾ TP രാമകൃഷ്ണൻ അടക്കം പറഞ്ഞിരിക്കുന്നത്. ബാലനെ തിരുത്തണ്ടേ? ബാലനെ തിരുത്തേണ്ടതാണ്. ബാലനെ ആര് തിരുത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം CPM കുറച്ചു കാലമായി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ കുറച്ച് കടന്ന രൂപത്തിൽ AK ബാലൻ അതിൽ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഈ മാറാട് വിഷയമില്ലെങ്കിൽ അതിലൊരു അപകടമില്ല ആ പരാമർശത്തിൽ എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കരുതുന്നില്ല. അത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ UDFനെ തിരഞ്ഞെടുക്കരുത്. തിരഞ്ഞെടുത്താൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽ ഒരു കൂടുതൽ തീവ്ര നിലപാടോടുകൂടി നിൽക്കുന്ന ഒരു വിഭാഗമാകും ഇവിടെ ഭരിക്കാൻ പോവുക എന്നൊരു ഭീതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അവൾ ഭീതി സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CPMനെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇവിടെ രണ്ട് രൂപത്തിൽ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് ഇവിടെ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ ന്യൂനപക്ഷ തീവ്രവാദം ഇവിടെ ഭയപ്പെടുത്തുന്ന രീതിയിൽ വളർന്നു എന്നൊരു ഇല്ലാത്ത ഒരു ഭീതി സൃഷ്ടിക്കുകയാണ്. അതിൽ കുറച്ചു കാലമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടു എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെയായി ജമാഅത്തെ ഇസ്ലാമിയാണ് വിജയിപ്പിക്കുന്നത് എന്ന രൂപത്തിൽ പാലക്കാട് നമ്മൾ കണ്ടാണ്. പാലക്കാട് 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമ്പോൾ അത് വിജയിച്ചത് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തുകൊണ്ടാണ്, ജമാഅത്തെ ഇസ്ലാമി വിജയിപ്പിച്ചതാണ് എന്ന രൂപത്തിലാണ് അത് ആഹ്ലാദ പ്രകടന ഘട്ടത്തിൽ പോലും വിലയിരുത്തിയത്. ഇങ്ങനെ ഓരോ തിരഞ്ഞെടുപ്പിലും പരാജയപ്പെടുമ്പോൾ അത് യഥാർത്ഥ വിജയമല്ല, അതായത് ജനം വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് യഥാർത്ഥ വിജയമല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം, തെറ്റായ ശ്രമം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാരണം വിജയരാഘവന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. 2021 അത് ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും വലിയ വർഗീയത എന്ന പരാമർശമാണ്. നേരത്തെ അങ്ങനെയല്ല CPM എടുത്ത നിലപാട്. രണ്ട് വർഗീയതയും ഒരുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഭൂരിപക്ഷ വർഗീയത കുറച്ചുകൂടി ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം ഭൂരിപക്ഷ വർഗീയതയുടെ തുടർച്ചയായിട്ടാണ് ന്യൂനപക്ഷ വർഗീയത ഉണ്ടാവുക. ഭൂരിപക്ഷ വർഗീയതയില്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത ഉണ്ടാകുന്നില്ല. ആ ഒരു ആശങ്കയിൽ നിന്നും ഇരവാദത്തിലേക്ക് പോവുകയും അത് തീവ്ര നിലപാടിലേക്ക് പോവുകയും അങ്ങനെ ഒരു തീവ്രതയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന നിലപാട് CPM മുൻപെടുക്കുമ്പോൾ അത് കാലാകാലങ്ങളിൽ മാറി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. അതിൽ ഈ പറയുന്ന വിജയരാഘവന്റെ പ്രസ്താവന വിശദമായി വായിക്കുകയാണെങ്കിൽ ഒരു വർഗീയതയ്ക്ക് മറ്റൊരു വർഗീയത കൊണ്ട് പരിഹാരം കാണാൻ കഴിയുമോ? അത് ഭൂരിപക്ഷ വർഗീയത അക്രമ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കലല്ലേ? ഏറ്റവും വലിയ വർഗീയത ന്യൂനപക്ഷ വർഗീയതയല്ലേ? അതിനെ ചെറുക്കാൻ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണ്ടേ എന്ന് അദ്ദേഹം 2021 പറയുന്നു. ഈ 2024 ഡിസംബർ 21 വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വിജയം, വലിയ ഭൂരിപക്ഷത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ വിജയത്തെ അദ്ദേഹം എങ്ങനെയാണ് കരുതുന്നത്? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം വർഗീയ ചേരി എന്ന് പറയുമ്പോൾ അതിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എന്നൊന്നും പറയുന്നില്ല. മുസ്ലിം വർഗീയ ചേരിയുടെ, അതായത് മുസ്ലിം വോട്ടുകൾ മുഴുവൻ വർഗീയ ചേരിയാണ്. അപ്പോൾ അവരുടെ വോട്ടുകൾ കൊണ്ടാണ് ആ വിജയം ഉണ്ടായിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? നമുക്കറിയാവുന്നതാണ്. ഈ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിലായാലും ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അതെങ്ങനെയാണ് അവിടെ ഡൽഹിയിൽ അമിത്ഷാ ഉപയോഗിച്ചതെന്ന്. ലീഗിൻ്റെ കൊടിയെ പാകിസ്ഥാൻ്റെ കൊടി എന്ന് പറഞ്ഞതുകൊണ്ട് ആ രീതിയിലുള്ള പ്രകടനം പോലും വേണ്ട എന്ന് വെക്കുന്ന രൂപത്തിലേക്ക് അത്രയ്ക്കും രാഷ്ട്രീയ സാഹചര്യം ഇവിടെ മാറുമ്പോൾ അതിനൊന്നുകൂടെ വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ അതേ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇവിടുത്തെ CPM നേതാക്കളിൽ നിന്നുണ്ടാകുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ AK ബാലൻ അത് പറയുമ്പോൾ AK ബാലൻ പറഞ്ഞത് UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമിയും ആഭ്യന്തരം ഭരിക്കും. എന്താവും കേരളത്തിൻ്റെ സ്ഥിതി? അദ്ദേഹം ആശങ്കപ്പെടുകയാണ്. ഒരു മാറാടൊന്നുമല്ല ഉണ്ടാവുക. അതായത് വർഗീയ കലാപ ഭൂമിയാക്കാനാണ് ഇപ്പോൾ അവിടെ RSSനെ പറയുന്നുണ്ട്. വർഗീയ കലാപ ഭൂമിയാക്കാനാണ് RSS സംഘപരിവാർ ശ്രമം. അവർക്കതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. RSSന് കലാപഭൂമിയാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ്? അവിടെ ഈ പറയുന്ന ഒരുതരം കലാപരൂപത്തിലേക്ക് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി കൂടിച്ചേർന്ന് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവരാണ് ഭരിക്കുമെങ്കിൽ കേരളം നശിക്കും. VDയെയും രമേശിനെയും കൂട്ടിക്കെട്ടിയാലും പിണറായിയുടെ ഔന്നത്യത്തിലേക്ക് അവർ എത്തില്ല. അതുകൊണ്ടാണ് വർഗീയ കലാപങ്ങൾ ഈ കാലയളവിൽ ഇവിടെ ഉണ്ടാകാതിരുന്നത് എന്നാണ് പറയുന്നത്. 2002 നടന്ന ഏറ്റവും ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ നാടിനെ തന്നെ ഭയപ്പെടുത്തിയ
ദുഃഖത്തിലാഴ്ത്തിയൊരു സംഭവമാണ് ഈ മാറാട് കലാപം. മാറാട് കലാപം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് അത് ആ ഘട്ടത്തിൽ ആരൊക്കെയായിരുന്നു അതിൻ്റെ പ്രതികൾ എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. 2002 AK ആന്റണിയുടെ കാലമാണ്. ജനുവരിയിലും 2003 മെയ് മാസത്തിലുമായി കോഴിക്കോട് മാറാട് ബീച്ചിൽ നടന്ന അക്രമ സംഭവങ്ങളാണ് മാറാട് കലാപങ്ങൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് ആ മാറാട് കലാപം ഒക്കെ നടന്ന ആ സ്ഥലങ്ങളൊക്കെ, ആ വീടുകൾ, ആ ഭാഗത്ത് പലർക്കും വീടൊഴിഞ്ഞു പോകേണ്ടി വന്നു. തമ്മിൽ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ ചേരിതിരിഞ്ഞു. ഇതുവരെ കേരളം ആ രൂപത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ, കോഴിക്കോട് ഭാഗത്തൊന്നും അങ്ങനെ കാണാത്ത രീതിയിലെ ആളുകൾ വ്യത്യസ്ത രൂപത്തിൽ പ്രതികരിക്കുന്ന, വളരെ ശക്തമായി പ്രതികരിക്കുന്ന കാണുകയൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം അതിൽ പ്രതികളുണ്ട്, എല്ലാ പാർട്ടിയിലെയും പ്രതികളുണ്ട്. തോമസ് പി ജോസഫിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ വരുന്നു. CBI, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഇവയുടെ അന്വേഷണം വേണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിന് തന്നെ പല അക്രമ സംഭവങ്ങളും ഉണ്ടായി എന്ന് കമ്മീഷൻ വിലയിരുത്തുന്നുണ്ട്. ലീഗ് നേതാക്കൾ ഉൾപ്പെടെ കേസിൽ പ്രതികളായിട്ടുണ്ട്. രണ്ടാം മാറാട് കലാപ ഗൂഢാലോചന കേസിൽ ലീഗിന്റെ നേതാവ് മാൻ ഹാജി അടക്കമുള്ളവർ പ്രതികളാവുകയും ചെയ്തിരുന്നു. പിന്നീട് നടന്ന കാര്യങ്ങളാണ് ഇത്. ഞാൻ ഈ കോടതി നടപടികൾ ആ സമയത്ത് റിപ്പോർട്ടിങ്ങിലാണ്. കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ AK ആന്റണി അവിടെ ഹാജരാകുമ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നുണ്ട്. ഇതിന് ശേഷം നേതാക്കളൊക്കെ ഇടപെട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അത് ശ്രീധരൻപിള്ളയൊക്കെ പറയേണ്ടതുണ്ട്. BJP-യിൽ നിന്നുള്ള നേതാക്കൾ, ലീഗിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയടക്കമുള്ള നേതാക്കൾ ഒരു സമാധാനം സൃഷ്ടിക്കാൻ വേണ്ടി, ആളുകൾക്കിടയിൽ പിന്നെ സ്പർദ്ധയുണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകൾ, അത് ഞാൻ പറഞ്ഞു വരുന്നത് മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യമാണ്. അത് ഈ 2025 AK ബാലനെ പോലെ CPM-ലെ മുതിർന്ന നേതാവ് ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ഗൗരവം നമ്മൾ പറയുന്നതിലും എത്രയോ തലങ്ങൾ അപ്പുറത്താണ്. ഇത് വേറൊരു രൂപത്തിലേക്ക് കൊണ്ടുപോവുകയാണ് CPM. പലതവണയായി നമ്മൾ പല ചർച്ചകളിലായി പറയുന്നു. CPM-നെ വെറുതെ കാടടച്ച് വെടിവെക്കുകയോ വിമർശിക്കുകയോ ഒന്നുമല്ല. CPM ഇക്കാര്യത്തിൽ എടുക്കേണ്ട, ബോധപൂർവം വരുത്തേണ്ട ചില തിരുത്തലുകളുണ്ട്. ഇതാർക്കാണ് ഇവിടെ മണ്ണൊരുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കും. കാരണം ഒരു കലാപം ഉണ്ടാക്കാൻ പോകുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ നിലപാടുകളും നമ്മൾ അംഗീകരിക്കുന്നൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടേതായ ചെറിയ വട്ടത്തിൽ നിന്നുകൊണ്ടുള്ള ആലോചനകളുണ്ട്. അവർ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ആലോചിക്കുന്നു. ഒരു മതരാഷ്ട്രവാദത്തിലേക്കൊന്നും അവർക്കിവിടെ പോകാനുള്ള സാഹചര്യമില്ല. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ആത്യന്തികമായി മതരാഷ്ട്രവാദമാണ് പറയുന്നതെങ്കിലും ഇവിടെ അങ്ങനെയുള്ളൊരു സാഹചര്യമില്ല. ഇവിടെ അങ്ങനെ ഒരു വാദം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? എന്താണ് കരുതുന്നത്? അതൊന്നും സാധ്യമല്ലെന്നേ. അപ്പോൾ അങ്ങനെ ഒരു അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു തീവ്രവാദ ആക്രമണമോ അല്ലെങ്കിൽ കലാപശ്രമങ്ങളോ ഒന്നും നമ്മുടെ മുന്നിലില്ല. അവരവരുടെ മതത്തിൻ്റെ ചട്ടക്കൂടിൽ കുറച്ചുകൂടി നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം. അത് മറ്റുള്ളവരെ, അന്യമതത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ അപമാനിക്കുക എന്ന രൂപത്തിലേക്ക് വളരുമ്പോഴാണ് അത് തീവ്രവാദമാകുന്നത്. അതിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള ബോധ്യം. അത്തരം പ്രതികരണങ്ങൾ വരുമ്പോൾ അപ്പോൾ കാണാം. ഇരവാദം, എല്ലാ കാര്യത്തിലും ഇരവാദം അവർ കാണുന്നുണ്ടോ എന്ന് തോന്നുമ്പോൾ അവരവരുടെ അരക്ഷിതാവസ്ഥ വേറെ രൂപത്തിൽ അത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. ആ അരക്ഷിതാവസ്ഥ പടർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നതുള്ളതും ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നമുക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? സാഹചര്യമില്ല എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഇവിടുത്തെ പ്രധാനപ്പെട്ട അങ്ങനെ അരക്ഷിതാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ശ്രമങ്ങൾ നടത്തേണ്ട CPM-നെ പോലുള്ള ഒരു ഇടതു പാർട്ടിയിൽ നിന്നും ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ആശങ്കപ്പെടുത്താണ്. AK ബാലനെ തിരുത്തേണ്ടതാണ്. അത് തിരുത്തേണ്ട CPM നേതാക്കൾ അതിശക്തമായി പ്രതികരിക്കേണ്ടതാണ്. പക്ഷേ പല നേതാക്കളിൽ നിന്നും, ഉത്തരവാദപ്പെട്ട പല നേതാക്കളിൽ നിന്നും ഇത്തരം പ്രതികരണങ്ങൾ വരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ് എനിക്ക് പറയാം. AK ബാലനെ തിരുത്തണ്ടേ? AK ബാലൻ മാത്രമല്ല തിരുത്തേണ്ടെന്നുള്ള എൻ്റെ നിലപാട്. CPM-ന്റെ പൊളിറ്റിക്കൽ ലൈൻ 2025 തദ്ദേശത്തിന് ശേഷവും യാതൊരു മാറ്റവുമില്ല. ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്ന ഒരു ബിംബത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഹിന്ദു വോട്ടുകൾ പരമാവധി കൺസോളിഡേറ്റ് ചെയ്യാനുള്ള തന്ത്രം CPM തുടരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. AK ബാലൻ ഒരു ദിവസം രാവിലെ വെളിപാടുണ്ടായി. അദ്ദേഹം തോന്നുന്ന പോലെ അദ്ദേഹത്തിന് പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ട അഭിപ്രായമല്ല. AK ബാലൻ പറഞ്ഞ വരികൾ ഇപ്പോൾ ഇവിടെ എല്ലാവരും ആവർത്തിച്ചു. എന്നാൽ ഒന്നുകൂടെ പറയാം, 1ഉം 2ഉം കലാപങ്ങളൊന്നും അല്ല UDF അധികാരത്തിൽ വന്നാൽ ഉണ്ടാവുക. കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. അപ്പോൾ ഇത് തള്ളിക്കൊണ്ട് എന്ന് പറയുന്ന വാർത്തയിൽ വരുന്ന LDF-ന്റെ കൺവീനർ പറഞ്ഞ അതിന് മുമ്പുള്ള വരികൾ കൂടി ചേർത്ത് വായിക്കണം. വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. MT രാമകൃഷ്ണൻ്റെ പ്രസ്താവനയാണ്. ചില കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞത്. TP രാമകൃഷ്ണൻ്റെ അഭിപ്രായത്തിൽ ചില കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞത്. അതെങ്ങനെയാണ് ഒഴിവാക്കാനാവുക? ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല, ഇതാണ് വരി, ഇതാണ് അതിൻ്റെ ഓർഡർ. അപ്പോൾ ബാലനെ പാർട്ടി തള്ളിയോ? LDF കൺവീനർ എന്തായാലും തള്ളിയിട്ടില്ല. അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ പറഞ്ഞു കാണും. അതെങ്ങനെയാണ് ഒഴിവാക്കാനാവുക എന്ന വരി നമ്മുടെയൊക്കെ നെഞ്ചത്ത് തറയ്ക്കേണ്ട വരികളാണ്. അപ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇത് ബാലനെ തിരുത്തിയില്ലെന്ന് മാത്രമല്ല, ബാലൻ പറയേണ്ടത് പറയാം എന്നുള്ള ഭംഗീന്ദ്രനെ സമ്മതിക്കുന്നത് കൂടിയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ, ഈ ആഴ്ച അല്ലല്ലോ കേൾക്കുന്നത്. ആദ്യം പറഞ്ഞത് ആരാ? ഇതാദ്യം പറഞ്ഞത്
കടകംപള്ളിയാണ്, ക്ഷമിക്കണം, വെള്ളാപ്പള്ളി നടേശനാണ്. ആദ്യം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ഇതേ വരി പറഞ്ഞു. ഇതേ വരി ആവർത്തിച്ചിട്ടാണ് ഈ വിവാദങ്ങൾക്ക് അദ്ദേഹം തിരികൊളുത്തുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയുമ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയാകുന്നു. അന്ന് BJP നേതാവ് MT രമേശ് പറഞ്ഞ ഒരു വാചകം കൂടി ശ്രദ്ധിക്കണം. അത് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിരിക്കും, എനിക്ക് അങ്ങനെ തിരുത്താനാവും. MT രമേശ് പറഞ്ഞതും ഇത് വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് പ്രതികരിച്ചുകൊണ്ട് MT രമേശ് പറഞ്ഞതും ഇപ്പോൾ AK ബാലൻ പറഞ്ഞതിനോട് പ്രതികരിച്ചുകൊണ്ട് LDFിൻ്റെ കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞതും ഒരേ വരികളാണ്, ഒരേ പാട്ടാണ്, ഒരേ സ്റ്റൈലാണ്. അത് അയാളുടെ ബോധ്യത്തിൽ പറഞ്ഞതായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ ശരിയല്ലായിരിക്കും. ഇന്ന് ഒരു വരികൂടെ പറഞ്ഞു, അതെങ്ങനെയാണ് ഒഴിവാക്കാനാവുക എന്നാണ് LDFിൻ്റെ കൺവീനർ പറഞ്ഞത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്, പറഞ്ഞുകൊണ്ടേയിരിക്കുക. ചില ആളുകളെ നമ്മൾ ഡോഗ് വിസിൽ എന്ന് പറയും, അടിക്കാനായിട്ട് ഇറക്കി വിടുകയാണ്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് സേഫായിട്ട് മാറി നിൽക്കുക. അത് പോരല്ലോ. ഈ കാര്യങ്ങൾ വിശദമായി വിശകലനം ചെയ്തു വേണ്ടേ പോകാൻ. അല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും പറഞ്ഞു ഞങ്ങൾക്ക് അതിനോട് ബന്ധമില്ലെന്നാണോ? ആരാണ് AK ബാലൻ? AK ബാലൻ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, ദേശീയ തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ്, മുൻ മന്ത്രിയാണ്, ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഭരണപക്ഷത്തിൻ്റെ ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ചുമ്മാ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞ് അതിനെ പാർട്ടി തള്ളി എന്ന് പറഞ്ഞ് ഒഴിവാക്കാനാവില്ല. ഒന്നാമത്തെ വിഷയം. രണ്ട്, ഈ ജമാഅത്തെ ഇസ്ലാമി ഇതിനകത്ത് കൊണ്ടുവന്നതിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. 1, 2 മാറാട് കലാപങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ LDFിൻ്റെ കൺവീനറും ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 2002-ലും 2003-ലുമായിരുന്നല്ലോ ഈ കലാപം നടന്നത്. ആ കലാപത്തെക്കുറിച്ച് കേസ് അന്വേഷണം നടക്കുകയും CBI വരികയും ഒക്കെ ചെയ്തതാണ്. അതുകൂടാതെ ജസ്റ്റിസ് തോമസ് P. തോമസ് എന്ന് പറയുന്ന കമ്മീഷൻ, ജസ്റ്റിസ് തോമസ് P. തോമസ് കമ്മീഷൻ ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. ഓർക്കണം, 2 കലാപങ്ങളുണ്ട്. 2002-ൽ അന്ന് 3 പേരാണ് മരിച്ചത്. അതിനുശേഷം 2003-ൽ അന്ന് 9 പേർ മരിച്ചു. ഈ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് കമ്മീഷൻ്റെ കണ്ടെത്തൽ ആർക്കൊക്കെയാണ് പങ്കെന്നറിയാമോ? NDF, PDP, BJP, RSS, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, CPIM, ഇത്രയും പാർട്ടികളിലെ CPIM ഇത്രയും പാർട്ടികൾക്ക് ഈ കലാപവുമായി ബന്ധമുണ്ട്. അതിൽ ആദ്യത്തെ കലാപത്തിലാണ് CPMൻ്റെ പേര് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 2 കലാപത്തിലും ഈ പാർട്ടികളിലൊക്കെ പേരുണ്ട്. ആയിക്കോട്ടെ, അതൊരു പ്രാദേശിക വിഷയമാണ്, അതൊരു സംസ്ഥാന തലത്തിലുള്ള ഗൂഢാലോചനയല്ല എന്നൊക്കെ നമുക്കെടുക്കാം. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമി എവിടെ നിന്ന് വന്നു? മാറാട് കലാപത്തിൽ. അവിടെയാണ് ഡോഗ് വിസിൽ. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ പിടിക്കേണ്ടത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിങ്ങളുമായി ബന്ധമുള്ള തീവ്ര മുസ്ലിം സംഘടനകൾ ഉണ്ടെന്ന് പറയുന്ന ഒരു കലാപവുമായി കണക്ട് ചെയ്യുക. അവിടെയാണ് ബുദ്ധി കിടക്കുന്നത്. അത് വെള്ളാപ്പള്ളിയുടെ ബുദ്ധി, ഇപ്പോൾ AK ബാലൻ്റെ ബുദ്ധി. രണ്ടിലും ഒരു ന്യൂനപക്ഷ വർഗീയത, ന്യൂനപക്ഷ തീവ്രവാദം ചൂണ്ടിക്കാണിക്കുക. അതിപ്പോൾ അന്ന് പ്രതികളായ NDFനെയോ അതുപോലെ തന്നെ PDPയോ പറയാൻ പറ്റൂല. ഒന്ന് PDP കൂടെ നിന്നൊരു പാർട്ടിയാണ്, അതിനുശേഷം കൂടെ കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ അവരൊന്നും കളത്തിൽ അങ്ങനെ സജീവമല്ല. അപ്പോൾ ഇപ്പോൾ കളത്തിൽ സജീവമായി നിൽക്കുന്ന UDFൻ്റെ കൂടെ നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, അവരുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ ഒന്ന് തൊട്ട് ഇവരാണ് എന്ന് കാണിച്ചു കൊടുക്കുക. ഇതെങ്ങനെയാണ്? എന്ത് യുക്തിയാണ്? ഒരു കാരണവശാൽ ഈ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്നേ. ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഇപ്പോൾ 2 മാസം മുമ്പ് എറണാകുളത്ത് ഒരു സ്കൂളിൽ ഹിജബ് വിഷയം വന്നപ്പോൾ, ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ ഹിജബുമായി കടത്തുന്നില്ല എന്ന് പറഞ്ഞ വിഷയം ഉണ്ടായപ്പോൾ അന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരാണ് വാർത്തകളിലേക്ക് വന്നത്. അപ്പോൾ അന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ എന്താ? പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി പാർട്ടികളാണ് ഈ വിഷയം കുളമാക്കിയതാണ്. അവിടെയും ജമാഅത്തെ ഇസ്ലാമി. ഇതെന്താണ്? ഈ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്ക് കിടക്കപ്രതിയില്ല എന്ന മട്ടിലാണ്. ഒരു ബന്ധവുമില്ലാതെ ജമാഅത്തെ ഇസ്ലാമിയെ മാറാട് കലാപവുമായി ബന്ധപ്പെടുത്തുക, മാറാട് കലാപം ആവർത്തിക്കുമെന്ന് പറയുക. എറണാകുളത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു സ്കൂളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇടപെട്ടു എന്ന് കള്ളം പറയുക. ഇത് രണ്ടും അവിടെ നിൽക്കട്ടെ. ഇനി 2002, 2003 കലാപം നടന്നിട്ട് ഇപ്പോൾ 23 വർഷം കഴിഞ്ഞു. കേരളം കണ്ട വളരെ ക്രൂരമായ ഒരു വർഗീയ കലാപം. അതിനുശേഷം കേരളം അങ്ങനെ വലിയ വർഗീയ കലാപങ്ങൾ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ രീതിയിൽ എന്തിനാണ് 23 വർഷങ്ങൾക്ക് ശേഷം ഈ കലാപത്തെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്? മുസ്ലിം കലാപം, വർഗീയ കലാപം, മുസ്ലിം തീവ്രശക്തികളിൽ നിന്ന് നിങ്ങൾ ആരോപിക്കുന്നവർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കലാപത്തെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? ഇതല്ലേ സാറേ BJPയുടെ പണി? അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഗുജറാത്തിൽ അഥവാ കോൺഗ്രസ് എങ്ങാനും അധികാരത്തിൽ വന്നാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞുകൊണ്ട് BJP ക്യാമ്പയിൻ നടത്തിയത്. അത്രയും പുറകോട്ട് പോകണ്ട. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞില്ലേ, സ്വത്തുക്കളിൽ പ്രഥമാവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് ഇവർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സ്വത്ത് പിടിച്ചെടുത്ത് അതിർത്തി കടന്നു വരുന്നവരെയും കൂടുതൽ കുട്ടികളുള്ളവർക്കും കൊടുക്കും എന്ന് പറഞ്ഞില്ലേ? ഒരു ബന്ധവുമില്ലാത്ത പച്ച നുണ. ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക, ഇങ്ങനെയാണ് നറേറ്റീവ് ഉണ്ടാക്കുക. അതേ പാട്ടാണ് 2002-ലെ മാറാട് കലാപവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സംഘടനയെ ഉൾപ്പെടുത്തുക,
ഒരു കാരണവശാലും 21 വർഷത്തിന് ശേഷം നിങ്ങൾ ഓർമ്മിക്കാൻ പാടില്ലാത്ത, എല്ലാവരും മറന്നു കഴിഞ്ഞ ഒരു കലാപത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുക, അതുവഴി പുതിയൊരു കുത്തിത്തിരിപ്പുണ്ടാക്കുക. സത്യത്തിൽ ഈ പോറ്റിയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് പോറ്റിയും മുഖ്യമന്ത്രി നിൽക്കുന്ന ചിത്രത്തിൻ്റെ പേരിൽ കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ ധൈര്യം കാണിച്ച സർക്കാരെ, സത്യത്തിൽ കേസെടുക്കേണ്ടത് AK ബാലനെതിരെയാണ്. നിങ്ങളുടെ മുമ്പിൽ കൃത്യമായൊരു കേസുണ്ട്. ഒരു പാർട്ടി വന്നാൽ കലാപമുണ്ടാകുമെന്ന് പറയുകയാണ്. ഇതിനല്ലേ മോദിക്കെതിരെ കേസെടുക്കണമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് CPM പറഞ്ഞത്, CPMൻ്റെ ദേശീയ നേതാക്കൾ പറഞ്ഞത്? മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ അവരുടെ സ്വത്തെല്ലാം അവർക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇത് കലാപാഹ്വാനം എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത, പരാതി കൊടുത്ത പാർട്ടിയുടെ പേര് CPM എന്നാണ്. അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പരാതി തള്ളിയപ്പോൾ വളരെ ഏകപക്ഷീയമായി ഇപ്പോഴേ പ്രവർത്തിച്ച് തുടങ്ങി എന്ന് പറഞ്ഞാണ് CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിലപാടെടുത്തത്. അപ്പോൾ ഈ കാര്യത്തിൽ എന്താ നിലപാട്? ഇനി ഇതെല്ലാം പോട്ടെ, മറ്റൊരു ചോദ്യം. എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക UDF അധികാരത്തിൽ വന്നാൽ? UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ഇന്നേ വരെ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല, ഈ അടുത്ത കാലത്തെങ്ങും പോയിട്ടില്ല. അപ്പോൾ പിന്നെന്താ? മുസ്ലിം ലീഗ് വരണം അല്ലേ? കാരണം ഇതുവരെയുള്ള ആക്ഷേപം മുസ്ലിം ലീഗ് വരും, മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അത് ഈ സ്കൂളിൽ പരീക്ഷയ്ക്ക് ഈ പഠിച്ചുകൊണ്ട് വന്ന തെങ്ങിനെക്കുറിച്ചാണ്, ചോദ്യം പശുവിനെക്കുറിച്ചാണ്. അപ്പോൾ ഒരു പശുവുണ്ട്, പശുവിൻ്റെ ഒരു കയറുണ്ട്, കയറ് കെട്ടിയിരിക്കുന്ന തെങ്ങിലാണ്, പിന്നെ തെങ്ങിനെക്കുറിച്ചാവും. എന്ത് ചോദിച്ചാലും ഞാൻ തെങ്ങിനെക്കുറിച്ച് എഴുതും. അതിൽ വേറെ പുഴയെക്കുറിച്ച് എഴുതിയാലും പുഴയുണ്ട്, പുഴ ഒഴുകുന്നിടത്ത് വെള്ളമുണ്ട്, വെള്ളം വേരുകൾ വെച്ച് വലിച്ചെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മരം തെങ്ങാണ്, പിന്നെ ഞാൻ തെങ്ങിനെക്കുറിച്ച് പറയും. എങ്ങനെ തിരിഞ്ഞു വന്നാലും ജമാഅത്തെ ഇസ്ലാമിയുടെ നെഞ്ചത്ത് കയറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയമായൊരു വലിയ തന്ത്രമായിരിക്കാം. പക്ഷേ തീക്കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണോ അല്ലയോ എന്നൊരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഒരു വശത്ത് നമ്മൾ വെള്ളാപ്പള്ളിയെ വിട്ടു, AK ബാലൻ വർഗീയവാദിയാണോ അല്ലയോ എന്നുള്ളതാണ് പുതിയ വിഷയം. അത് കുറച്ചുകൂടെ ഗൗരവപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ്? CPMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ്. ആ നേതാവ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഇത് എവിടെ പോയി നിൽക്കും? ഇനി AK ബാലൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ പറഞ്ഞതായിരിക്കും. അതെങ്ങനെയാണ് പറയാൻ പറ്റാതിരിക്കുക എന്ന് LDF പറഞ്ഞ അടിസ്ഥാനത്തിൽ താഴെത്തട്ടിലെ അണികൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ആ ചർച്ച എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ഇതൊന്നും ഓർക്കണ്ടേ? നാളെ നോക്കിക്കോളൂ, ഇതേ വിഷയത്തിൽ AK ബാലനെ തിരുത്താനുള്ള നിലപാടിലേക്ക് CPM പോകുമ്പോഴേക്കും വൈകിക്കഴിഞ്ഞിരിക്കും. വെള്ളാപ്പള്ളി ആദ്യം പറയുന്നു, CPM അത് ഏറ്റുപിടിക്കുന്നു, അത് ചർച്ചയാകുന്നു. അത് ചർച്ചയാകുന്നതോടുകൂടി വിഷയം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരൊറ്റ കാര്യമേ ഇതിനകത്തുള്ളൂ, ഇത് ജമാഅത്തെ ഇസ്ലാമിയൊന്നുമല്ല. ഞാൻ പറഞ്ഞ തെങ്ങ് ജമാഅത്തെ ഇസ്ലാമിയല്ല, മുസ്ലിങ്ങൾ വരുന്നു. മുസ്ലിങ്ങൾ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പിടിച്ചെടുക്കുന്നു എന്ന് പറയാതെ പറയുകയാണ്. നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഒരു തീവ്രവാദി പ്രസ്ഥാനത്തെ വേണം, ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ എങ്ങനെയാണ്? ഒരു ബന്ധവുമില്ലാത്ത പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ നേരിട്ടൊരു ബന്ധവുമില്ല, താത്വികമായി പോലും ബന്ധമില്ല. പക്ഷേ എപ്പോൾ പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, തീവ്രവാദ പ്രസ്ഥാനം. ഒരു വേള മുസ്ലിം ലീഗിനെയും അതിലേക്ക് കടത്തുകയും ചെയ്യും. അപ്പോൾ മുസ്ലിങ്ങൾ അധികാരം പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന ഡോഗ് വിസിലാണ്, എന്ന മുന്നറിയിപ്പാണ് AK ബാലൻ ഇന്ന് പറഞ്ഞു വെച്ചത്, കഴിഞ്ഞ ആഴ്ച വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചത്. ഇത് പച്ച വർഗീയതയാണ്. 10 വോട്ടിന് വേണ്ടി പച്ച വർഗീയത പറയുകയാണ് തൽക്കാലത്തേക്കെങ്കിലും ഇന്ന് ഈ നിമിഷം CPM ചെയ്തത്. ഒരു ഇടവേള വേണം. ചോദ്യം ആന്റോ കാസ്ട്രോ. ഈ നവോത്ഥാന മൂല്യങ്ങൾ കൈവശം വരുന്ന ഒരു കേരളമായിട്ട് കേരളം മാറുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്താണ് ഈ ജമാഅത്തെ ഇസ്ലാമി ചർച്ച വരുന്നത്. എവിടെ നിന്നാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ചർച്ച വരുന്നത്? PD സതീശനോട് റിപ്പോർട്ടറായ റോഷിപാലും VS രഞ്ജിത്തും കൂടെ ചോദിക്കുന്ന ചോദ്യമാണ്, ജമാഅത്തെ ഇസ്ലാമി എൻ്റെ വോട്ട് സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് അത് അവർ ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ പാർട്ടിയല്ല എന്ന് VD സതീശൻ പറയുന്നിടത്താണ് ഈ പറയുന്ന ചർച്ച, ഈ ജമാഅത്തെ ഇസ്ലാമി കടന്നു വരുന്നത്. അതിന് ശേഷം ഇങ്ങോട്ട് എങ്ങനെയാണ് നടക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ പാർട്ടിയാണെന്നുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണോ എന്നുള്ള ചോദ്യത്തിന് വർഗീയവാദിയാണെന്ന് കോൺഗ്രസ് പറയുകയും, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നവും സത്യം പറഞ്ഞില്ല. അപ്പോൾ കോൺഗ്രസ് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ ലീഗും കോൺഗ്രസ് പറയേണ്ട കാര്യം എന്താണ്? ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, വർഗീയ പ്രസ്ഥാനങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, SDPIൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഇതൊക്കെയാണല്ലോ പ്രശ്നം. കാരണം പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ എല്ലാ പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ പറയുന്ന SDPIൻ്റെ വോട്ട് UDF സ്വീകരിക്കുമോ, ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് സ്വീകരിക്കുമോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേരിട്ട് നമ്മൾ ചോദിച്ചു SDPIൻ്റെ
വോട്ട് സ്വീകരിക്കുമോ? അന്നേരം അദ്ദേഹം പിന്നെ എന്താണ് നമ്മുടെ ഓറഞ്ചും കഴിച്ച് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്, അല്ലാതെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം വർഗീയ പ്രസ്ഥാനങ്ങളുടെ വോട്ട് വേണ്ട എന്ന് കേരളത്തിലെ എല്ലാ മുന്നണിയും പറയണം. BJP പറയണ്ടേ, കോൺഗ്രസ് പറയണ്ടേ, CPM പറയണ്ടേ, ലീഗ് പറയണ്ടേ? അപ്പോൾ ഇത് പറയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ്? ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറയുന്നത്, കേരളം ജാതി തിരഞ്ഞു നടക്കുകയാണ്. കേരളത്തിൻ്റെ ജാതി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വോട്ട് എത്രയുണ്ട്, അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. ക്രിസ്ത്യാനികളുടെ വോട്ട് എത്രയുണ്ട്, അതെങ്ങനെ കൈകാര്യം ചെയ്ത് നോക്കുന്നു. ഈഴവരുടെ വോട്ട് എങ്ങനെയുണ്ട്, അത് കൈകാര്യം ചെയ്ത് നോക്കുന്നു. എന്താണ് നായന്മാരുടെ വോട്ട് എത്രയുണ്ട്, അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ ജാതി തിരിഞ്ഞ് കേരളത്തിലെ പൊതുരാഷ്ട്രീയം നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏക പ്രശ്നം എന്താണെന്ന് അറിയോ? അതിൻ്റെ ഏക പ്രശ്നം എന്ന് പറയുന്നത്, ഒരു വിഭാഗം പറയുന്നു ഇന്ന പ്രസ്ഥാനങ്ങളൊക്കെയാണ് വർഗീയ പ്രസ്ഥാനങ്ങൾ, ഇന്ന പ്രസ്ഥാനങ്ങളാണ് വർഗീയ പ്രസ്ഥാനങ്ങളല്ല. ചിലവർക്ക് അതിനകത്ത് അഭിപ്രായമില്ല. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ആ മുസ്ലിം വിഭാഗത്തിൻ്റെ മുസ്ലിം ലീഗ് പോലും പറയുന്നുണ്ടെന്ന് എടുത്തു പറയേണ്ട കാര്യം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഒരു വർഗീയ പ്രസ്ഥാനമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. SDP-ൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, SDP-നെ ഞങ്ങൾ ഒരു വർഗീയ പ്രസ്ഥാനമായിട്ടാണ് കാണുന്നത്. ഇത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വരാത്ത, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഒരു ബന്ധമില്ലാത്ത പാർട്ടിക്ക് ആഭ്യന്തരമന്ത്രിയും വരാൻ പോകുന്നില്ല, പിന്നെ മുഖ്യമന്ത്രിയും വരാൻ പോകുന്നില്ല, മന്ത്രിയും വരാൻ പോകുന്നില്ല, MLA വരാൻ പോകുന്നില്ല. അങ്ങനെയല്ലേ പറയേണ്ടത്? പക്ഷേ അത് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ എന്താണ്, AK ബാലനെ സംബന്ധിച്ചിടത്തോളം ഇതേ പ്രശ്നമാണ്. AK ബാലനെ സംബന്ധിച്ചിടത്തോളം AK ബാലൻ എന്താണ്, ജമാഅത്തെ ഇസ്ലാമിനെ പറഞ്ഞിട്ട് വർഗീയ പ്രസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വർഗീയവാദി പിന്നെ ആഭ്യന്തരമന്ത്രിയാവുന്നു. കേരളത്തിലെ എങ്ങനെയെങ്കിലും ഒരു പിന്നെ വർഗീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാവുമോ? അങ്ങനെ ആവില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെ ആവാൻ പാടില്ല, അങ്ങനെ ആവാനും പോകുന്നില്ല. പിന്നെ എന്താണ് പ്രശ്നം? ഈ മുസ്ലിങ്ങളിലേക്ക് ഇത് എത്താനുള്ള കാരണം എന്താണ്? മുസ്ലിങ്ങൾക്ക് ഇത് എത്താനുള്ള കാരണം മുസ്ലിം ലീഗ്, ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിനെ കോൺഗ്രസും മുസ്ലിം ലീഗും തള്ളാത്തതുകൊണ്ട് മാത്രമാണ്. ഇവരെ തള്ളിയാൽ തീർന്നു. SDP-നെയും ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിനെയും ലീഗും മുസ്ലിം ലീഗും കോൺഗ്രസും തള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അത് തള്ളാത്തോടത്തോളം കാലം കോൺഗ്രസിനെതിരെ പറയാനും ഈ പറയുന്ന മുസ്ലിം ലീഗിനെതിരെ പറയാനും ഈ പറയുന്ന CPM-നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനും BJP-ക്കുള്ള ആയുധം അതാണ്. അത് അവരുടെ ഭാഗത്ത് അവർ രാഷ്ട്രീയ വിമർശനമായിട്ടാണ് ഉന്നയിക്കുന്നത്. അത് രാഷ്ട്രീയ വിമർശനം അല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറയുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 5 പത്രസമ്മേളനം നടത്തി. ഈ 5 പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞ എന്താണ്? കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെയല്ല, കേരളത്തിൽ ഒരു മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ എന്താണ്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി, ഇത് രണ്ടും എന്താണ്? വർഗീയ പാർട്ടികളാണ്. ഈ വർഗീയ പ്രസ്ഥാനങ്ങളെ വോട്ട് വേണ്ട എന്ന് ഈ പറഞ്ഞ UDF പറയുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഈ 5 പത്രസമ്മേളനങ്ങൾ നടത്തിയത്. അതിന് മറുപടിയില്ല, അത് പറഞ്ഞിട്ടില്ല. അത് പറയാത്തോടത്തോളം കാലം ഇതിന് മറുപടി ചോദിക്കാനുള്ള അധികാരം കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ്. എന്താണ്, ഞങ്ങൾക്ക് വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ സ്വീകരിക്കാൻ, എന്നിട്ട് ഞങ്ങൾ ഇതുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് ശരിയല്ല എന്നല്ല പറയേണ്ടത്. പക്ഷെ അത് പറയുന്നില്ലല്ലോ. അത് പറയാത്തതാണ് ഏറ്റവും വേണമെന്നല്ലേ പറഞ്ഞത്? ഏത് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കും എന്നല്ലേ പറഞ്ഞു? അപ്പം പിന്നെ എന്താ സാറേ, അപ്പം പിന്നെ എന്തായാലും പറയാൻ പറ്റുക? അപ്പം പിന്നെ എന്താ, അപ്പം അവരെ കടകക്ഷിക്കോ അല്ലെങ്കിൽ അവരോട് വോട്ട് മേടിക്കുന്ന ആൾക്ക് ആഭ്യന്തരമന്ത്രി ആവാൻ പറ്റില്ലേ? അല്ല അങ്ങനെ പറ്റില്ലേ? അങ്ങനെ പറ്റൂലേ? വോട്ട് മേടിച്ചാലോ? അല്ല വോട്ട് മേടിക്കാന്ന് പറഞ്ഞാൽ വർഗീയ പ്രസ്ഥാനത്തെ കൂടി കൊടുക്കുന്നുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. സഖ്യകക്ഷിയല്ല സാറേ, ആഭ്യന്തരമന്ത്രി ആവണമെങ്കിലേ അപ്പൊ അത് പറഞ്ഞാൽ മതി. ഈ പിന്നെ വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടി അല്ല എന്നുള്ള തീരുമാനിച്ചോ? കോൺഗ്രസ് സംബന്ധിച്ചോളം വെൽഫെയർ പാർട്ടിയുടെ വോട്ട് അവർ വാങ്ങിക്കും. വർഗീയ പാർട്ടിയാണെങ്കിൽ അവർ വാങ്ങിക്കോ? ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ക്ലാരിറ്റിയോടുകൂടി പറയേണ്ട എന്താണ്, ഇവിടുത്തെ പ്രശ്നം ഇവിടെ ജമാഅത്ത് ഇസ്ലാമി വരികയും കലാപം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് വിഷയം. അതല്ല പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും RSSന്റെ വോട്ടും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പിണറായി വിജയനാണ്. ഓരോ ഘട്ടങ്ങളിൽ അവരുടെ എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് ജമാഅത്തെ ഇസ്ലാമി അതത് കാലത്ത് ഇന്ന പാർട്ടിയെ പിന്തുണയ്ക്കുന്നു എന്ന പ്രഖ്യാപനം നടത്താറുണ്ട്. ആ വോട്ട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. RSSന്റെ വോട്ട് പോലും ഞങ്ങൾ ചില കാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ആ കാലത്തെ രാഷ്ട്രീയ RSSന്റെ വോട്ട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പിണറായി വിജയൻ ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്? പിണറായി വിജയൻ ഒരു ഇന്റർവ്യൂവിലാണ് പറഞ്ഞത്. ഏത് ഇന്റർവ്യൂ? RSSന്റെ വോട്ട് നേരെ ചൊവ്വയിൽ ജോണി ലൂക്കോസ് നൽകിയ ഇന്റർവ്യൂവിലാണ്. അത് അടിയന്തരാവസ്ഥ കാലത്തെ RSS പിന്തുണയെന്നാണോ പറഞ്ഞിരിക്കുന്നത്, അതോ വോട്ടെന്നാണോ പറഞ്ഞിരിക്കുന്നത്? ജനസംഘ് RSSന്റെ വോട്ട് വാങ്ങി എന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. RSSന്റെ വോട്ടും കിട്ടിയിട്ടുണ്ട്, അവരുടെ പിന്തുണയും കിട്ടിയിട്ടുണ്ട്. നോക്കൂ, അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘാണ്
ആ കാലത്തെ ജനസംഘ് അത് പിന്നീട് ജനതാ പാർട്ടിയായിട്ട് മാറുന്ന സമയത്ത് അന്ന് അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ഗ്രാൻഡ് കൊയിലേഷൻ ആയിരുന്നു. അതാണ് പിന്നീട് ഗോവിന്ദ മാഷങ്ങൾ പറഞ്ഞത്. പേര് പറഞ്ഞു. നോക്കൂ, അതാണ് RSS അടക്കമുള്ളവർ അന്ന് ജനതാ പാർട്ടി, അത് ജനസംഘ് അന്നില്ല, ജനസംഘ് മാറിയാണ് ജനതാ പാർട്ടി ആവുന്നത്. ആ ജനതാ പാർട്ടിയുടെ സമയത്ത് RSSൽ പ്രവർത്തിച്ചിരുന്നവർ അന്ന് ജനതാ പാർട്ടിയിലുണ്ട്. അതിന്റെ അർത്ഥം RSSന്റെ വോട്ട് വാങ്ങിയെന്നല്ല. അല്ലെ, ഇതാണ് ഞാൻ പറയുന്നത്. അല്ലേ അങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യയിലുള്ള മുഴുവൻ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്നപ്പോ അതിന്റെ കൂടെ RSS ഉണ്ട്, ജനസംഘം ഉണ്ട്. അപ്പൊ അതിനെ 1957 ഡൽഹി കോർപ്പറേഷനിൽ ഇതുപോലെ തന്നെ RSSന്റെ വോട്ട് മറിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ കാലത്തെ സഖ്യമാണ്. അങ്ങനെ ഒരു കാലത്തല്ല സാറേ, അതാണ് 1967 ശേഷം 67 മുൻപ് നിങ്ങൾ കാണേണ്ടത് അങ്ങനെയാണ്. അങ്ങനെയല്ല കാണേണ്ടത്. ജനസംഘ് ഉണ്ടായിരുന്ന കാലത്തും ഇന്ദിരാഗാന്ധിക്കെതിരെ ഈ പറയുന്ന അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ത്യയിലുള്ള പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നിട്ട് ഈ പറഞ്ഞ കോൺഗ്രസിനെതിരെ സമരം അനുകൂലിക്കുന്ന ആളാ. അത് വാങ്ങിക്കണം എന്ന് പറയുന്ന അതാണ് അന്നത്തെ കോൺടെസ്റ്റ് ഇന്നത്തെ കോൺടെസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് അനുസരിച്ചാണ്. ഇപ്പൊ നോക്കട്ടെ, ഇന്ന് വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പിന്തുണ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പത്രം സാറേ അത് പ്രശ്നമില്ലാന്നേ, ജമാഅത്ത് ഇസ്ലാമിയുടെ അത് വെളിവായിട്ടൊക്കെ പറഞ്ഞാൽ മതി. ഈ വർഗീയ പാർട്ടികളെ വോട്ട് മേടിക്കുന്നതിൽ പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ മതി. അവസാനിച്ചില്ലേ? ഞാൻ അത് പറഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ വോട്ട് നിങ്ങൾ വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ആഭ്യന്തരമന്ത്രിയാവാൻ പറ്റില്ല. അങ്ങനെ അവിടെയാണ് പ്രശ്നം. വോട്ട് വാങ്ങിച്ചാൽ അവരുടെ വോട്ട് വാങ്ങിച്ചാൽ നിങ്ങൾ ഘടകകക്ഷി ഒഴിവാക്കാതെ എങ്ങനെയാണ്? ഘടകകക്ഷി ഒഴിവാക്കാതെ ശരി സാറേ, അത് മാത്രമല്ല. അതാണ് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇനിയിപ്പോ ഒരു വാദം അംഗീകരിച്ചാൽ തന്നെ ഇതെങ്ങനെയാണ് ആഭ്യന്തര അതിലേക്ക് വരട്ടെ. എല്ലാ കാലങ്ങളിലും വർഗീയ പാർട്ടികൾ അവരുടെ അവസരങ്ങൾ നോക്കിയിരിക്കുകയാണ് ചെയ്യുക. ഇപ്പൊ സ്മൃതി മേഡം നേരത്തെ പറഞ്ഞല്ലോ, ഇതെവിടെ മതരാഷ്ട്രവാദം ഇന്ത്യയിൽ നടപ്പിലാവുമോ എന്നുള്ളത്. മതരാഷ്ട്രവാദം എന്നെങ്കിലും ഇന്ത്യയിൽ നടപ്പിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെയാണ്. അല്ല, ഞാൻ സ്മൃതിയോട് പറഞ്ഞു ഇന്ത്യയിൽ നടപ്പിലാവുമെന്ന് ചോദിച്ചില്ലേ? ഞാൻ പറയുന്നത് അത് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. അതാണ്. അപ്പൊ പിന്നെ എന്താണ് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന പാർട്ടി അങ്ങനെ ഉന്നയിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല നമ്മുടെ രാജ്യത്തുള്ളത്. അങ്ങനെ പറയാൻ ധൈര്യപ്പെടാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്നവർ കൃത്യമായി പറയുന്നുണ്ടെന്ന്. അങ്ങനെയല്ല. ഒരു മതരാഷ്ട്രവാദം പറയുന്ന ഒരു പാർട്ടി ഈ മതരാഷ്ട്രവാദം നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ ഐഡിയോളജി ഒഴിവാക്കുന്നില്ലല്ലോ. അതേ ഐഡിയോളജി വെച്ചിട്ട് മുന്നോട്ട് പോവല്ലേ. അതെന്തിനാണ് അങ്ങനെ പോകുന്നത്? ഏതെങ്കിലും കാലത്ത് അവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് അവസരം കിട്ടുന്ന സമയങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി എന്താണെന്നുള്ള കാര്യമാണ് പുറത്തേക്ക് വരേണ്ടത്. അതോടുകൂടി ഇത് അവസാനിക്കും. മതരാഷ്ട്രവാദം പറയുന്ന ഒരു മതരാഷ്ട്രവാദം പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വോട്ട് മേടിച്ചിട്ട് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മടിയില്ല, വോട്ട് സ്വീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കാനുള്ള ബാധ്യതയുണ്ട്. RSSന്റെ മതരാഷ്ട്രവാദത്തെ കുറിച്ച് പറയാനേ ഇല്ലല്ലോ. RSSന്റെ വോട്ട് മേടിച്ച് ഇവിടെ CPM അധികാരത്തിൽ വരുന്നുണ്ടോ? ഹിന്ദുരാഷ്ട്രം ഇതൊരു ഹിന്ദുരാഷ്ട്രമാണ് എന്ന് പറയുന്നതിനെ എത്ര തവണ നിങ്ങൾ ഖണ്ഡിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ എപ്പോഴാണ് വിമർശനം കേട്ടില്ലേ? വല്ലപ്പോഴും പറയുന്നല്ലാണ്ട് ഇപ്പൊ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആരാണ് പറയാത്തത്? കേരളത്തിൽ RSSനെതിരെ എത്ര ദൈർഘ്യത്തിൽ കേൾക്കുന്നുണ്ട് നിങ്ങൾ ഈ ആവർത്തിച്ച് CPM ൽ കേട്ടുകൊണ്ടിരിക്കുന്ന RSSനെതിരെ വാദങ്ങളാണോ? കേരളത്തിൽ RSSനെതിരെ ഏറ്റവും കൂടുതൽ സമരം സംഘടിപ്പിച്ചതാരാ? നിങ്ങൾ പഴയ ചരിത്രമൊന്നും പഴയ തലമൊന്നും പറയണ്ട. ഞാൻ കുറച്ചു കാലമായിട്ടുള്ള CPM-ന്റെ നിലപാടിനെയാണ് പറഞ്ഞത്. അങ്ങയുടെ അഭിപ്രായം പറഞ്ഞോളൂ. എനിക്കിവിടെ കേരളം കാണുന്നുണ്ട്. മതരാഷ്ട്രവാദം പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ഈ മുഖ്യമന്ത്രിയാണ് വെക്കുക, ആ ആഭ്യന്തരമന്ത്രിനെ വെക്കുക. ഞാൻ വായിക്കാം. ഇലക്ഷനിൽ പിന്നെ നല്ല കാര്യം
കാര്യം. ഞങ്ങളെ പിന്തുണച്ചത് നല്ല കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തൊണ്ണൂറ്റിരണ്ടിൽ പറയുന്നത് പിന്തുണച്ചപ്പോൾ നിങ്ങൾ പിന്തുണച്ചപ്പോൾ അവർക്ക് ആ ഞങ്ങളെ മറുപടിയല്ലേ പറയണ്ടേ? പിന്തുണയ്ക്കുന്ന ആ മറുപടിയല്ലേ പറയണ്ടേ? ആ മറുപടിയല്ലേ രാഷ്ട്രീയ അങ്ങനെയാണ് ആ മറുപടി എല്ലാവരും നിലപാടുള്ള അങ്ങനെയല്ല. സംവിധാനം പിണറായി വിജയന്റെ വാചകമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ആ മറുപടി പറയേണ്ടത് വി ഡി സതീശനായിരുന്നു. ഇന്ന് അദ്ദേഹം അതല്ല പറഞ്ഞത്. അദ്ദേഹം അതാണ് പറഞ്ഞത്. നിങ്ങൾ വോട്ട് വാങ്ങി വെച്ചപ്പോൾ അപ്പൊ അന്ന് ജമാഅത്ത് ഇസ്ലാമിയാണോ ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്നത്? നിങ്ങൾക്ക് പിന്തുണ കിട്ടുമ്പോൾ നല്ലത്. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. മോശം എന്ന നിലപാട് വിശദീകരിക്കാൻ ഇതുവരെ CPM-ന് സാധിച്ചിട്ടില്ല. ജിമ്മി, 92-ൽ നരസിംഹറാവു സർക്കാർ ഈ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കുന്ന എന്തുകൊണ്ടാണ്? ബാബരി മസ്ജിദ് തകർത്തതിന്റെ പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് പിന്നീട് എപ്പോഴെങ്കിലും ഒരു പശ്ചാത്താപമോ മാറുകയോ ചെയ്തിട്ടുണ്ടോ? ഹുക്കുമത്തെ ഇലാഹി എന്നവരുടെ ആശയത്തിൽ നിന്ന് അവർ മാറിയിട്ടുണ്ടോ? അല്ല, അവരുടെ ഇത് മാറ്റിയില്ലേ? ഒരു നിമിഷം അല്ല, എനിക്ക് മനസ്സിലായി. 1992 മാർച്ചിലെ പ്രബോധനത്തിൽ സയ്യിദ് ഹമീദ് ഹുസൈൻ എഴുതുന്ന ഒരു ലേഖനമുണ്ട്. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്: ഹുക്കുമത്തെ ഇലാഹിക്ക് പകരം ഇഖമിത്ത് ദീൻ എന്ന് രണ്ടും ഒരേ അർത്ഥത്തെയും ആശയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഞാൻ പറയാം. അത് മുഹമ്മദ് കാരക്കുന്ന്, ജമാഅത്തെ ഇസ്ലാമി ശൂറ അംഗം. അതായത് ഇത് മതരാഷ്ട്രവാദം നിങ്ങൾ അവസാനിപ്പിച്ചു എന്ന ചോദ്യത്തിന് ആരാധനാകർമ്മങ്ങൾ ശരിയാവണമെങ്കിൽ ഇസ്ലാമിക രാജ്യം വരണം എന്ന് ആശയപ്പെടുന്നയാളാണ് മുഹമ്മദ് കാരക്കുന്ന്, ജമാഅത്തെ ഇസ്ലാമി ശൂറ അംഗം. നമ്മളോട് തന്നെ പറഞ്ഞതാണ്. അപ്പം മതരാഷ്ട്രവാദം കളഞ്ഞോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ശൂറ അംഗത്തിൽ അല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: മതരാഷ്ട്രവാദം കളഞ്ഞു എന്നൊരു നിലപാട് അങ്ങേക്കില്ലല്ലോ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മതേതര പാർട്ടിക്ക് ഒരു മതരാഷ്ട്രവാദം പറയുന്ന ഒരു പാർട്ടിയുടെ വോട്ട് മേടിക്കാം എന്ന് പറഞ്ഞാൽ അതിൽ പരം മോശമായ കാര്യം പറയണ്ടോ? അത്ര മാത്രമേ ഉള്ളൂ. ഒരു ഇടവേളയ്ക്ക് അവർ ഈ ജനാധിപത്യ സംവിധാനത്തിൽ അവർ നിരോധിക്കപ്പെടാത്ത കാലത്തോളം അവർക്ക് വോട്ട് ചെയ്യാം. ഇപ്പോൾ വർഗീയ പാർട്ടിയല്ല, ഞാൻ ശക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആ കാഴ്ചപ്പാട് വെച്ചാണ് ഓരോ നിലപാടെടുക്കുന്നത്. നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരുത്തണ്ടേ എന്നുള്ളതാണ് ചോദ്യം. തിരുത്തണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. തിരുത്തേണ്ടത് ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ കൂടി പ്രശ്നമാണ്. നമ്മുടെ സമൂഹത്തിൽ പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത്തരം വർഗീയമായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന പരാമർശങ്ങൾ നേതാക്കൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാമൂഹിക ശരീരത്തിലെ ഏറ്റവും വലിയ മുറിവുകളിലൊന്നാണ് മാറാട് കലാപത്തിൻ്റെ മുറിവ്. അത് ഒന്നാം മാറാട് കലാപത്തിൻ്റെയും 2003 രണ്ടാം മാറാട് കലാപത്തിൻ്റെയും മുറിവുകൾ. അതിൻ്റെ പശ്ചാത്തലം എന്തൊക്കെയാണെന്ന് നമ്മൾ ഓർമ്മിക്കുന്ന ഓരോ നിമിഷവും വീണ്ടും നമ്മൾ വർഗീയമായി ചേരിതിരിവുള്ള ഒരു സമൂഹത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾക്കുണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഞാൻ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയട്ടെ. പിണറായി വിജയൻ AK ബാലൻ പറഞ്ഞതിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ഉള്ള ബന്ധത്തെയാണ് ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം CPM അവരുടെ ഒരു പ്രതിരോധായുധമായി ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനകത്തൊരു അപകടമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണോ പാകിസ്ഥാനെ മുൻനിർത്തി, എങ്ങനെയാണോ മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിച്ചുകൊണ്ട് തുടർച്ചയായി 2002 മുതൽ 2024 വരെ നരേന്ദ്രമോദി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, സമാനമായ മാതൃകയിലേക്ക് ഇടതുപക്ഷത്തിലെ വക്താക്കൾ പ്രസംഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം പൊതുസമൂഹത്തിന് തോന്നാം. അതിലെ ഒരു ഭാഗമാണിത്. കാരണം നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് വന്നാൽ അങ്ങനൊരു സാഹചര്യമില്ല എന്ന് നമുക്കറിയാം. രാഷ്ട്രീയമായി നമ്മൾ ഏത് തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധത്തോടുള്ള വിമർശനമാവാം. ആ രാഷ്ട്രീയ വിമർശനത്തെ ഞാനും സ്വാഗതം ചെയ്യുന്നയാളാണ്. കാരണം അതാണ് അതിൻ്റെ നിലപാട്. പക്ഷേ അതൊരു ആഭ്യന്തര വകുപ്പിലേക്ക് വരുമെന്നും അത് പിന്നീട് മാറാട് കലാപത്തിലേക്ക് നയിക്കുമെന്നും മട്ടിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ അത്യന്തം അപകടകരമായ വ്യാഖ്യാനങ്ങളാണ്. അത് മോദി എങ്ങനെയാണ് ഈ ന്യൂനപക്ഷ വിദ്വേഷ പ്രസംഗങ്ങൾ നടക്കുന്നത് പ്രേക്ഷകർക്കറിയാമല്ലോ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം 170 പ്രസംഗങ്ങൾ നരേന്ദ്രമോദി നടത്തിയതിൽ 110 പ്രസംഗങ്ങളും അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായിരുന്നു. അഥവാ ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസംഗമാണ് നടത്തിയത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നതിലെ പ്രസക്തമായ ചില ഭാഗങ്ങളുണ്ട്. എങ്ങനെയാണ് AK ബാലൻ്റെ പ്രസംഗത്തിന് നരേന്ദ്രമോദിയുടെ പ്രസംഗവുമായി ചിലയിടങ്ങളിലെങ്കിലും സാമ്യമുണ്ടാകുന്നത് എന്നത് പൊതുസമൂഹം തെറ്റിദ്ധരിക്കാനിടയാവുന്ന ചില സാമ്യങ്ങളാണ്. ബൻസ്വാരയിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, രാജസ്ഥാനിൽ എന്താണ്, മംഗല്യസൂത്രം തട്ടിയെടുക്കാൻ വേണ്ടി അവർ വരുന്നുവെന്നാണ്. നമ്മളുടെ അമ്മമാരുടെ പെങ്ങന്മാരുടെ മംഗല്യസൂത്രം തട്ടിയെടുക്കാൻ വേണ്ടി അവർ അധികാരത്തിൽ വന്നാൽ വരുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ഒരു സന്ദർഭം ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ? അങ്ങനെ ഏതെങ്കിലും ഒരു കാലത്ത് നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതിനെ അങ്ങനെ ചിത്രീകരിക്കുന്നത് വഴി ഒരു ഇസ്ലാമോഫോബിയ പടർത്താനുള്ള മോദിയുടെ ശ്രമം നമ്മൾ കണ്ടതാണ് ആ ഘട്ടത്തിൽ. ആ ബൻസ്വാര പ്രസംഗത്തിൽ തന്നെയാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്ന പ്രയോഗം നടത്തുന്നത്. 2002 നോക്കൂ, ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ കുട്ടികളെ ഉൽപ്പാദിക്കുന്ന കേന്ദ്രങ്ങളാണ് എന്ന് പറയുന്നതും നരേന്ദ്രമോദിയാണ്. ഈ
കുടുംബത്തിൻ്റെ വലിപ്പം പറഞ്ഞുകൊണ്ട് അവരെ അപഹസിക്കുക, പാകിസ്ഥാനെ ചൂണ്ടിക്കാണിക്കൊണ്ട് പറയുക മിയാൻ ഷെരീഫ് എന്നൊരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടുത്തെ നവാസ് ഷെരീഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവർ നവാസ് ഷെരീഫിൻ്റെ സുഹൃത്തുക്കളാണ് എന്ന മട്ടിലുള്ള പ്രതീതി നിർമ്മാണങ്ങൾ നടത്തി കോൺഗ്രസ് പാകിസ്ഥാൻ പക്ഷപാതപരമാണെന്നും കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ മുസ്ലിം ആധിപത്യം ഉണ്ടാകുമെന്നും തരത്തിലുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കുകയാണ്. ആ നരേറ്റീവിനെ സാമ്യമാവുന്ന തരത്തിലുള്ളൊരു നരേറ്റീവായിപ്പോയി എ കെ ബാലൻ്റെത് പറയാൻ നിവൃത്തിയില്ല. കാരണം UDF അധികാരത്തിൽ വരുമ്പോൾ അത് നിങ്ങൾ മതരാഷ്ട്രവാദികളുടെ വോട്ട് വാങ്ങിയിട്ടാണോ എന്ന ചോദ്യത്തിനൊരു രാഷ്ട്രീയ അന്തസ്സുണ്ട്. മാറാട് കലാപവും ജമാഅത്തെ ഇസ്ലാമി തമ്മിൽ നേരിട്ടൊരു ബന്ധവുമില്ല എന്നുള്ളത് പ്രേക്ഷകർക്കറിയാം. വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നത് തന്നെ 2015 ശേഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 12 ശേഷമാണ്. അപ്പോൾ 1987 ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയമായ ഇടപെടലുകൾ വോട്ട് മേഖലയിലേക്ക് കടന്നു വരുന്നത് തന്നെ. അപ്പോൾ 2002 2003 മാറാട് കലാപങ്ങളിൽ അവർക്ക് പങ്കുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ മാറാട് കലാപത്തെ എതിർത്തിട്ടുള്ളത് ആരാണ് എന്ന ചോദ്യത്തിന് നിർഭാഗ്യവശാൽ അതിൻ്റെ പ്രസ്ഥാനത്തൊരു വിഭാഗത്തിലെ ആളുകളുണ്ട്, കൊല്ലപ്പെട്ടവരിൽ മറുഭാഗത്തിലെ ആളുകളുണ്ട്. പിന്നീട് വീണ്ടും അതിൻ്റെ പ്രതികാര നടപടികൾ നടക്കുന്നു. അതിനെല്ലാം കേരളം ചെറുത്തത് നമ്മളുടെ ത്യാഗപൂർണമായ ഇടപാട് കൊണ്ടാണ്. അതിൽ ഇടതുപക്ഷം സ്വീകരിച്ച പങ്ക് വളരെ നിർണായകമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷം സ്വീകരിച്ച പങ്കിൽ ഒന്ന്, പലപ്പോഴും ഇടതുപക്ഷ നേതാക്കൾ തന്നെ വളരെ ആത്മാഭിമാനത്തോടുകൂടി പറയും, മാറാട് കലാപത്തെ തടയാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് അന്ന് പിണറായി വിജയൻ എങ്ങനെയാണ് മാറാടിൻ്റെ മണ്ണിലേക്ക് വിസിറ്റ് നടത്തിയത് എന്ന് പലപ്പോഴും CPM നേതാക്കൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ട് ആ സംഭവം അറിയില്ലെങ്കിൽ പോലും VKC മുഹമ്മദ് കോയ MLA-യുടെയും ഇളമരം കരീം നേതാവിനെയും ഒക്കെ ആ മണ്ണിലേക്ക് ഞങ്ങൾ അടുപ്പിക്കില്ല എന്നൊരു വിഭാഗം ആളുകൾ പറയുമ്പോൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എങ്ങനെയാണ് അവിടെ സമാധാനത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്, മറ്റുള്ള നേതാക്കൾ എങ്ങനെയാണ് ഒരുമിച്ച് നിന്നത്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണെങ്കിലും പിന്നീട് കോൺഗ്രസിൻ്റെ നേതാക്കളാണെങ്കിലും ഒരുമിച്ച് നിന്നുകൊണ്ട് PS ശ്രീധരൻപിള്ളയുടെ പേരൊക്കെ പറഞ്ഞു, ഇവരൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് ആ മുറിവിന് ഉണക്കാൻ വേണ്ടി ശ്രമിച്ചതെന്ന് നമുക്കറിയാം. ആ ഉണങ്ങിയ മുറിവിനെ നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ കുത്തിപ്പുണ്ണാക്കരുത് എന്നുള്ളതാണ്. കാരണം അതിവേഗം ഇത്തരം വർഗീയമായിട്ടുള്ള കലാപ ആഹ്വാനങ്ങൾ സമൂഹത്തിൽ പെടാൻ ഇടയുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു വസ്തുത ശരിയാണ്, KT ജലീൽ സമാനമായൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നേരിട്ട് അങ്ങനെ അല്ലെങ്കിൽ പോലും UDF-ൻ്റെ കാലത്ത് കേരളത്തിൽ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. LDF-ൻ്റെ ഭരണകാലത്ത് കലാപങ്ങളില്ല, അതും നമ്മുടെ മുന്നിലെ വസ്തുതയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം UDF അധികാരത്തിൽ വന്നാൽ കലാപം ഉണ്ടാകുമെന്നല്ല. ഇപ്പം തലശ്ശേരി കലാപം നിർഭാഗ്യവശാൽ K കരുണാകരൻ്റെ കാലത്താണ് ഉണ്ടാവുന്നത്. അല്ലേ? അപ്പം CPI ഘടകകക്ഷിയാണ്. പക്ഷെ അവിടെ വരുന്ന സമയത്ത് എന്താ ഒരു പ്രശ്നമുള്ളത്, അന്ന് ആ തലശ്ശേരി കലാപത്തെ നന്നായിട്ട് അവസാനം ഹാൻഡിൽ ചെയ്യുന്നത് K കരുണാകരനാണ് എന്നുള്ളത് തലശ്ശേരി കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്. വിധേയത്തിൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. UDF-ൻ്റെ കാലത്താണ് ഇപ്പോൾ സിറാജുന്നീസ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് KT ജലീൽ പറയുന്നതാണ്. MD രാമകൃഷ്ണൻ ഒരു കഥയുണ്ട് സിറാജുന്നീസയെക്കുറിച്ച്. സിറാജുന്നീസ എന്ന പാലക്കാട്ട് 11 വയസ്സുള്ള പെൺകുട്ടി വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് അന്ന് നിർഭാഗ്യവശാൽ UDF-ൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് അത് കൊല ചെയ്യപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നമുക്ക് UDF-ലേക്ക് ഏറ്റുവയ്ക്കാൻ പറ്റില്ല. ഇത് ചരിത്രത്തിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അധികാരത്തിൽ UDF ആണ് എന്നുള്ളത് കൊണ്ട് UDF കലാപം ഉണ്ടാക്കുന്നു എന്നൊരു നരേറ്റീവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം നമ്മളവിടെ പറയണം, അവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്തോ ഇടതുപക്ഷത്തിൻ്റെ പേരിലോ ഒരു കലാപത്തിൻ്റെ പേരും ഒരു കലാപത്തിൻ്റെ സാധ്യതയും ഇന്നേ വരെ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വസ്തുതയാണ്, അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ 9.5 വർഷത്തിൻ്റെ മെച്ചം എന്ത് എന്ന് ചോദിച്ചാൽ അതിലൊന്ന് ഒരു തരത്തിലുള്ള കലാപത്തിനുള്ള സാധ്യതയും കേരളത്തിലുണ്ടായിരുന്നില്ല. സാധ്യതകളൊക്കെ ഒരുപാട് പേര് കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ആ കലാപത്തെ മുഴുവൻ അണയ്ക്കാനുള്ള ഊർജ്ജം ഇടത് സർക്കാരിനുണ്ടായിരുന്നു, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ദുർബലമാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ദുർബലമാകാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തലശ്ശേരി പള്ളി അപകടത്തിലാക്കാൻ പോകുന്നു, തീ വയ്ക്കാൻ പോകുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ അവിടെ ഒരു രേവതി അമ്മ വന്ന് പള്ളിയുടെ മുന്നിൽ ഇരിക്കുന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ എങ്ങനെയാണ് തലശ്ശേരി കലാപത്തിലെ പള്ളികൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷം രംഗത്തിറങ്ങിയത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ മുന്നിലുണ്ട്. രേഖപ്പെടുത്തപ്പെട്ട റിപ്പോർട്ടുകളിൽ പറയുന്ന ഒന്നാണ്. അതിനൊന്നും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. പക്ഷേ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിവേകം കാണിക്കണം, ഒരുപക്ഷെ ഔചിത്യം കാണിക്കണം എന്നുള്ളതാണ് ഈ സാഹചര്യം ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള പ്രസ്താവനകളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ AK ബാലൻ അത് സ്വയം തിരുത്തുക, അങ്ങനെ ഒരു ഉദ്ദേശം അങ്ങേക്കില്ല എന്നങ്ങേക്ക് പറയാവുന്നതാണ് പൊതുസമൂഹത്തോട്. കാര്യം ഇതിനെ പറ്റിക്കൊണ്ട് ഇനിയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രതികരണങ്ങളും അലയൊലികളും ഉണ്ടാകുമ്പോഴാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഈ സമതുലിതമായ ഒരു മതമൈത്രി ചോദ്യം ചെയ്യപ്പെടുന്നത്. ന്യൂനപക്ഷത്തെ അരക്ഷിതമാക്കുന്ന
എന്ന ഒരു തരത്തിലുള്ള വാചകവും ഒരു നേതാവിൻ്റെ വാക്കിൽ നിന്നും പുറത്തു വരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ടേക്ക്. കാര്യം ഇത് വെള്ളാപ്പള്ളി പറയുന്നു, അതിന് ശേഷം എ കെ ബാലൻ പറയുന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും അപകടകരമായ കാര്യം. വെള്ളാപ്പള്ളിയുടെ ശബ്ദം എങ്ങനെയാണ് എ കെ ബാലൻ്റെ ശബ്ദമായിട്ട് പ്രതിധ്വനിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിനിയും മനസ്സിലാവാത്തത്. അതങ്ങ് തിരുത്തുകയാണ് വേണ്ടത്. ഒരു മാറാട് കലാപം UDF വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന മട്ടിലുള്ള നമുക്ക് പറയാം, ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ചരിത്രത്തിൽ ഇന്നോളം ഒരു കലാപവും ഉണ്ടായിട്ടില്ല. ശരിയാണ്, വസ്തുതാപരമായി ശരിയാണ്. അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞു തന്നെ പോകാം. ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്നതും ഒരു കലാപത്തിനുള്ള തിരിയും ഈ സർക്കാർ കൊളുത്തിയിട്ടില്ല. എല്ലാ തിരുനാളങ്ങളെയും, കലാപത്തിനുള്ള തിരുനാളങ്ങളെയും ഈ സർക്കാർ കെടുത്തുകയാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ആവർത്തിച്ചു പറയാം. പക്ഷേ മറുഭാഗത്തേക്ക് ഒരു ഇസ്ലാമോഫോബിയ പരത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ അത്യന്തം അപകടകരമാണ്. അത് നരേന്ദ്രമോദി എന്താണോ കേന്ദ്രത്തിൽ ചെയ്തുകൊണ്ടിരുന്നതിന് സമാനമായ രീതിയിലാണ് എന്നുള്ള വ്യാഖ്യാനം വരും. ആ വ്യാഖ്യാനത്തെ പ്രതിരോധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. അപ്പോൾ ബാലനെ തിരുത്തേണ്ടേ എന്ന ചോദ്യത്തിന് തിരുത്തുന്നതാവും ഉചിതം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യെസ് എന്ന് 4.